കഴിഞ്ഞ ദിവസം ട്രെയിൻ യാത്രക്കിടയിൽ കണ്ട ഒരു സംഭവം ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. നമ്മളെപ്പോഴും പറയുന്ന ഒരു പരാതിയാണ്, പുതുതലമുറ മൊബൈൽ ഫോണിലാണ്, അവർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, പരസ്പരം ഇടപഴകുന്നില്ല എന്നൊക്കെ. പക്ഷെ ഇവിടെ കണ്ട ഒരു കാര്യം പഴയ തലമുറയുടെ ഒരു ബിഹേവിയറൽ ചേഞ്ചാണ്. ട്രെയിനിൽ കയറിയ ഉടനെ തന്നെ പലരും മൊബൈൽ ഫോണിലേക്ക് തിരിയുകയാണ്. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കയറിയിട്ട് രണ്ടുപേരും രണ്ട് മൊബൈലിലായിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രായമായ ആളുകളൊന്നും പരസ്പരം സംസാരിക്കുന്നുമില്ല. അവരൊക്കെ തന്നെ അവരുടെ മൊബൈൽ ഫോണിൽ ഓരോ ആക്ടിവിറ്റികൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പരസ്പരം ബിസിയാണ് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കാൻ എല്ലാവരും ഒരു വ്യഗ്രത കാണിക്കുന്നത് പോലെ ഫീൽ ചെയ്തു. കുറച്ചുകൂടി മാറിയിരിക്കുന്ന യുവതലമുറയെ ഞാൻ ശ്രദ്ധിച്ചു. അവർ വളരെയധികം എൻഗേജ്ഡ് ആണ്. ഈവൻ മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും പരസ്പരം അവർ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പരസ്പരം തമാശകൾ പറയുന്നുണ്ട്. പരസ്പരം എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പഴയ തലമുറയിൽ അതൊന്നും കാണുന്നില്ല. അപ്പോൾ വാസ്തവത്തിൽ ഈ പറയുന്ന മൊബൈൽ ഫോണിന് അഡിക്റ്റഡ് ആയിരിക്കുന്നത് പഴയ തലമുറയാണ്. അതിനൊരു കാരണം ഇവർക്ക് ഈ പറയുന്ന മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറയുന്നതാണ്. പക്ഷേ നമ്മളെപ്പോഴും ചെയ്യുന്നത് എന്താണ്? പുതിയ തലമുറയെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല, മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തുകയാണ്. കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയുന്നത് പുതിയ തലമുറക്ക് തന്നെയാണ്. അവിടെ കുറച്ചൊക്കെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ തന്നെയും കുറച്ചുകൂടി ഒരു വൈസായിട്ട് ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ അറിയുന്നത് പുതിയ തലമുറയ്ക്കാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പഴയ തലമുറ ഇതിനെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാതെ ഇതിന് ഫുള്ളായിട്ട് അഡിക്റ്റഡ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ടെക്നോളജി ഒന്നും മാറ്റി നിർത്തിയതിനൊരു ജീവിതമില്ല. ഇപ്പോൾ ടെക്നോളജിയുടെ ഏറ്റവും കൺസ്ട്രക്റ്റീവ് ആയുള്ള യൂസ് കേസുകൾ നമ്മൾ പുതിയ തലമുറയെ പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ് നമുക്കിതിനുള്ള സൊല്യൂഷൻ. അതുകൊണ്ട് തന്നെയാണ് സ്കൂൾ കരിക്കുലത്തിൽ മുതൽ നമ്മൾ ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻ്റെ ശരിയായ ഉപയോഗം പഠിപ്പിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഒരിക്കലും അത് ABCD മുതൽ പഠിപ്പിക്കണമെന്നല്ല പറയുന്നത്. അതായത് ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം, ആ ഫയലിൽ ഇന്ന കാര്യം ഇങ്ങനെ സേവ് ചെയ്യണം എന്ന് പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഒരു കൺസ്ട്രക്റ്റീവ് വശം, ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ബിസിനസ് ചെയ്യാം, ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു കരിയർ സെറ്റാക്കാം, ഇത് സമൂഹത്തിൻ്റെ ഒരു പുരോഗതിക്കായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ തിയോറട്ടിക്കലായി ഒരു ടെക്സ്റ്റ് ബുക്ക് ഇറക്കി അതിൽ ലൈൻ ബൈ ലൈനായിട്ട് പഠിപ്പിക്കണമെന്നല്ല നമ്മൾ ആവശ്യപ്പെടുന്നത്. ഒരു മീനിങ് എഡ്യൂക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടെക്നോളജിയുടെയും ഗെയിമിങ്ങിൻ്റെയും ഒക്കെ ഒരു പോസിറ്റീവ് വശം നമ്മൾ എല്ലാവർക്കും പകർന്നു കൊടുക്കണം. ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു തലമുറ മാത്രമല്ല ഇത് പഠിക്കേണ്ടത്. ഇത് നമ്മളുടെ സമൂഹത്തിലുള്ള എല്ലാ തലമുറകളെയും പഠിപ്പിക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് നമ്മൾ എടുത്തേ മതിയാകൂ.